അപ്പോൾ നമുക്ക് ഹാൻഡ് റിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഹാൻഡ് റിങ്ങിൻ്റെ മോൾഡ് കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ റെസിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റെസിൻ്റെ കാൽക്കുലേഷനൊക്കെ അറിയാമല്ലോ. എത്ര റെസിനാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് പോർഷന് ഹാർഡ്നർ എടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൈക്ക പൗഡറാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിൽ മൈക്ക പൗഡർ ആഡ് ചെയ്ത് റെസിനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു പൗഡർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പൗഡർ ഇട്ടപ്പോൾ കുറച്ച് തിക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റെസിന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് സൈസിലൊക്കെയാണോ ചെയ്യുന്നത് ആ ഒരു സൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ക്ലോത്ത് കൊണ്ടൊന്നും അതുപോലെ പേപ്പർ കൊണ്ട്, അതായത് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കരുത്. ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള സെല്ലോ ടേപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സൈസിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാനൊരു 3-4 ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. പുറത്തേക്കൊക്കെ ആവുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടേ. നമുക്കിത് ഒരു ക്ലോത്ത് കൊണ്ട് പിന്നെ തുടച്ചെടുക്കാം. ക്ലോത്ത് കുറച്ച് വൃത്തി വേണം കേട്ടോ. അതായത് അതിലൊരു പൊടിയോ വേറെ ഒന്നും ഇതും ഉണ്ടാവരുതേ. ഓക്കെ, ഇതുപോലെ ഞാൻ അടുത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൽക്കഹോളിക് ഇങ്ക് വെച്ചിട്ട് ചെയ്യാം. ഇതിലേക്ക് ഈ ഒരു ഗ്ലിറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയ്യോ, കുറച്ച് കൂടി പോയിട്ടോ ഇട്ടത്. കുറച്ചിട്ടാൽ മതി. ഞാൻ ഫസ്റ്റ് ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി, അതാ രണ്ടാമതൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് കുറച്ച് കൂടി പോയി അത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് നമുക്ക് ആവശ്യമുള്ളത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ആ മോൾഡ് എടുത്തിട്ടൊന്ന് കൊട്ടി കൊടുക്കണേ. അപ്പോഴാണ് നമുക്കതൊന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ടാപ്പ് ചെയ്ത് ഇറങ്ങി ഇരിക്കുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ സ്റ്റിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മോൾഡ് എടുത്തിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് തട്ടി കൊടുക്കാം. ഈ പുറത്തുള്ളതൊക്കെ ഒന്നുകൂടി നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു 12 ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. സോറി, 12 അല്ല, 24 ഹവേഴ്സാണ് കേട്ടോ റെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 24 ഹവേഴ്സിന് ശേഷം ഇത് ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ പിന്നെ കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 24 ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡിലേക്ക് മൈക്ക പൗഡർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലിയർ റെസിനിൽ ഡ്രൈ ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നുമില്ല, നമ്മൾ ക്ലിയർ റെസിൻ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഡ്രൈ ഫ്ലവർ ഒരു ട്യൂസർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് റിങ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഒരു ഷാർപ്പായിട്ട് തോന്നും.
അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വരുതി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷാർപ്നെസ്സൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹാൻഡ് റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സൈസിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് ചെയ്യാനായിട്ടൊന്നും. അതുപോലെ ഈ ഒരു റിങ്ങിൽ ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാർക്കർ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്.